സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. കാലം മാറുകയാണ്, രാഷ്ട്രീയവും. കാലത്തിന് മുന്നേ ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ശ്രമിക്കുമ്പോഴാണ് ഒരു ജനപ്രതിനിധി വിജയിക്കുന്നത്. ആലപ്പുഴയെ മാറ്റത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഇവിടെ തോമസ് ഐസക് ചെയ്യുന്നത്. ആലപ്പുഴയുടെ MLA ചെയ്യുന്ന ചില പുതിയ ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പാർട്ടിയുടെയോ ചിഹ്നത്തിൻ്റെയോ പേരിൽ മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു. വിവാഹത്തിനും ചാവടിയന്ത്രങ്ങൾക്കും കുട്ടിയുടെ പിറന്നാളിനും MLAയും MPയും എത്തിയാൽ അവർക്ക് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം ഇപ്പോൾ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 5 ആണ്ട് കൂടുമ്പോൾ നടക്കുന്ന കണക്കെടുപ്പിൽ ഇന്ന് ജനങ്ങൾ ഓർത്തെടുക്കുന്നത് അവരുടെ പ്രതിനിധികളായി എത്തിയവരുടെ കാഴ്ചപ്പാടും അതെങ്ങനെ പ്രകടിപ്പിച്ചു എന്നുമാണ്. ദീർഘദൂര തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതുകൊണ്ടോ മണ്ഡലത്തിലൂടെ പുതിയ KSRTC ബസ്സുകൾ ഓടിച്ചതുകൊണ്ടോ ജനപ്രതിനിധികൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണം എന്നില്ല. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അവരുടെ സ്വപ്നത്തിന് കാലപരിധി നിശ്ചയിക്കുന്ന പ്രതിരോധങ്ങളെ എടുത്തുമാറ്റുകയും ചെയ്യുമ്പോഴാണ് MLAമാരും MPമാരും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളായി മാറുന്നത്. ഒരു MLAയുടെയോ MPയുടെയോ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഈ യാത്രയ്ക്ക് എന്തുകൊണ്ട് ഡോക്ടർ TM തോമസ് ഐസക്കിനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ നാഡിമിടിപ്പ് മനസ്സിലാക്കുന്നതിൽ ധനകാര്യ വിദഗ്ധൻ കൂടിയായ ഈ ഡോക്ടർ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെയാണ് ഉത്തരം. സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത്, മാതൃകാ കുടുംബശ്രീകളുടെ നടത്തിപ്പ്, പ്രതിഭാതീരം പദ്ധതി, ശുചിത്വ കാര്യപരിപാടികൾ എന്നീ 4 പരിപാടികളിൽ കേന്ദ്രീകരിച്ച ചർച്ചയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്നത് തുടക്കത്തിൽ സ്ത്രീകൾക്ക് പോലും അത്ഭുതമായിരുന്നു. ഡൽഹിയിലെ നിർഭയയുടെ മേലുള്ള പീഡനവും മരണവും തുടർന്നുണ്ടായ വലിയ സാമൂഹ്യ കോളിളക്കം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചർച്ച മുഴുവനും ഇനി കേന്ദ്ര സംസ്ഥാന തലത്തിൽ എന്ത് നിയമം വേണം, ഏത് തരത്തിലുള്ള ഇടപെടൽ വേണം എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഫലപ്രദമായി ഇടപെടേണ്ട ഒരു തലം പ്രാദേശിക തലമാണ്. അവിടെയാണല്ലോ ജനങ്ങൾ ജീവിക്കുന്നത്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ പഞ്ചായത്താണ്. അപ്പോൾ ഒരു പഞ്ചായത്തിന് എങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് ഫലപ്രദമായി ഇടപെടാൻ കഴിയും? യഥാർത്ഥത്തിൽ അവിടെയുള്ള സ്ത്രീകളുടെ ഉൽപ്പന്നമാണ് ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചിട്ടപ്പെടുത്താൻ ഞാൻ സഹായിച്ചു. പെൺകുട്ടികൾ മുതൽ അമ്മൂമ്മമാരിലേക്ക് വരെ നീളുന്ന പീഡന വാർത്തകളുടെ ഉറവിടങ്ങളിലൊന്ന് മാരാരിക്കുളം ആകരുതെന്ന ചിന്തയാണ് സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന ആശയത്തിന് അടിത്തറ പാകിയത്. അതിർത്തി തർക്കവും അമ്മായിയമ്മ മരുമകൾ പോരും വീടിനുള്ളിൽ നേരിടേണ്ടി വരുന്ന കൈപ്പൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ സ്ത്രീ സൗഹൃദ കൂട്ടായ്മകൾ വളർന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്ന ഗ്രാമം എന്ന പേരുകൂടി മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിനുണ്ട്. 600ഓളം കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിച്ച പീഡനങ്ങളുടെ ഏകദേശ കണക്കെടുപ്പ് നടത്താൻ കുടുംബശ്രീ കൂട്ടായ്മ തീരുമാനിച്ചപ്പോൾ ഇരു കൈയും നീട്ടിയാണ് വനിതകൾ സ്വീകരിച്ചത്. പ്രശ്നത്തിൻ്റെ ഡിഗ്രി വെച്ചുകൊണ്ട് 3 ടൈപ്പായിട്ട് തിരിച്ചുകൊണ്ട് 3 കളറിലെ പേന നമ്മൾ കൊടുത്തു. ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രദേശങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി റെഡ് ഇങ്ക് കൊടുത്തു. അതിനേക്കാളും കുറവ് പ്രശ്നം ഉള്ളത് ബ്ലാക്ക് ഇങ്ക് കൊടുത്തു. പിന്നെ പ്രശ്നമുള്ളത് ബ്ലൂ പെൻ വെച്ച് അടയാളപ്പെടുത്താൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആ റെഡ് ഇങ്ക് വെച്ച് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങൾ നമ്മുടെ ജാഗ്രതാ സമിതികൾ വഴിയും അത്തരം പ്രദേശങ്ങളിൽ അത് സത്യമാണോ എന്നുള്ളത് നമ്മൾ നോക്കി. എന്നിട്ട് അത്തരം പ്രദേശങ്ങളിൽ നമ്മളുടെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കുറ്റിക്കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ അത് തൊഴിലുറപ്പ് വഴി നമ്മൾ ക്ലീൻ ചെയ്യിപ്പിച്ചു.
പിന്നെ വൈകുന്നേരങ്ങളിൽ പോകുമ്പോഴത്തേക്ക് വെട്ടമില്ലാത്ത പ്രദേശമാണെങ്കിൽ അത് നമ്മൾ സ്ട്രീറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാത്തത് ഓട്ടോമാറ്റിക് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിച്ചു. പിന്നെയും നമ്മൾ സ്ഥിരമായിട്ട് പോകാത്ത വഴിയാണ് എങ്കിലും അതിക്രമങ്ങൾ നേരിടുന്നു എന്ന് കണ്ട സ്ഥലങ്ങളിൽ ഈ പ്രദേശം ജാഗ്രതാ സമിതിയുടെ നിരീക്ഷണത്തിലെന്ന ബോർഡ് വെച്ചുകൊണ്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പരും ഒക്കെ കൊടുത്തുകൊണ്ട് ആ പ്രദേശങ്ങൾ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം പ്രദേശങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വളരെ കുറവാണ്. പഞ്ചായത്ത് തലത്തിലുള്ള സൗഹൃദ കൂട്ടായ്മയിൽ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ജനപ്രതിനിധികളെ കൂടാതെ വനിതാ അഭിഭാഷകരും സ്ഥലം SIയും ഉണ്ടാകും. ഓരോ വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. സുരക്ഷാ പെട്ടികളും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. പരാതിയും സങ്കടവും കടലാസിൽ എഴുതി സുരക്ഷാ പെട്ടിയിൽ നിക്ഷേപിക്കാം. സുരക്ഷാ പെട്ടി വയ്ക്കാൻ തീരുമാനിച്ച മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിന് ഇന്ത്യ വിഷന്റെ അഭിനന്ദനം. ഏതൊരാളെയും പോലെ ഈ പെട്ടി പരാതി കൊണ്ട് നിറയരുത് എന്നാണ് എല്ലാ അമ്മമാരുടെയും പോലെ നമ്മുടെയും പ്രാർത്ഥന. ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റു നഗരങ്ങൾക്കും ഈ പദ്ധതി, ഈ സുരക്ഷാ പെട്ടി ഒരു മാതൃകയാണ്. യോഗയും സ്വയം പ്രതിരോധ മുറകളും സൗഹൃദ കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്നു. കൗൺസിലിംഗും സ്നേഹപൂർണമായ പരിചരണവും ഈ കേന്ദ്രം നൽകുന്നു. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണ്, കുടുംബത്തിൽ തന്നെ ഉണ്ടായൊരു വിഷയമാണ്. അച്ഛനിൽ നിന്നൊരു പെൺകുട്ടിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത പ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടാകുകയും സ്വന്തം ഗൃഹത്തിൽ നിന്ന് അവൾക്ക് കിടന്നുറങ്ങാനൊരവസ്ഥയില്ലായിരുന്നു. ഭക്ഷണമില്ല, വസ്ത്രമില്ല. ഇതെല്ലാം വന്നപ്പോഴേ അവൾ വേറൊരു കുടുംബത്തിലാണ് അഭയം പ്രാപിച്ചത്. കൂടുതൽ ദിവസം ഇത് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തോളിൽ ചാരിയാണ് അവൾ പറഞ്ഞത്. ഞങ്ങൾ സാന്ത്വനപ്പെടുത്തിയപ്പോൾ ഞങ്ങളുടെ തോളിൽ ചാരി ആണ് കുഞ്ഞിന്ന്. കാരണം ഞങ്ങളൊക്കെ ഒരു അത്താണി ആകുമെന്നുള്ള അത്ര വിശ്വാസത്തോടു കൂടിയാണ്. അത് കൊണ്ട് തന്നെ നമ്മളെ ഉടനടി എത്രയും വേഗത്തിൽ അതിന് പരിഹാരം ആ വേഗത്തിൽ തന്നെ പരിഹാരം കണ്ടെത്തി ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സർവേ നടത്തുകയാണെങ്കിൽ സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയണം. അതിന് വീട്ടിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ വേണം, ഗാർഹിക പീഡനത്തിനെതിരെ പൊതുസ്ഥലത്ത് ഏത് രീതിയിലുള്ള ഇടപെടലുകൾ വേണം, സ്കൂളിൽ പുതിയ തലമുറ വേറെ ചിന്തിക്കുന്നതിന് എന്ത് വേണം, ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർഭയ പരിപാടി ഇതിൽ നിന്ന് ആവിഷ്കരിച്ചു വന്നതാണ്. ക്രൈം മാപ്പിംഗ് തുടങ്ങിയിട്ടുള്ളതെല്ലാം യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഇവിടെയാണ് നടക്കുന്നത്. ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ജനകീയ ലാബ് നിർമ്മിച്ചു. പുറത്തു നടക്കുന്ന പരിശോധനകളുടെ പാതിത്തുക ഇവിടെ നൽകിയാൽ മതി. സ്വകാര്യ ലാബുകൾ ഉണ്ടാക്കുന്ന കൊള്ളലാഭം എത്രയെന്ന് തിരിച്ചറിയാൻ ജനകീയ ലാബുകൾ കൊണ്ട് കഴിഞ്ഞു. 3 വർഷമായി പഞ്ചായത്തിൽ തൈക്കോണ്ടോ പരിശീലനം. കഴിഞ്ഞ വർഷം ഞങ്ങൾ 3 വർഷമായി 2400ഓളം വരുന്ന പെൺകുട്ടികൾക്ക് തൈക്കോണ്ടോ പരിശീലനം പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ 8 സ്കൂളുകളിൽ 2400 പെൺകുട്ടികൾക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തി നൽകിയതോടെ ഈ രംഗത്തിന് പുതിയ ഉണർവ് നൽകാൻ കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് കുതിപ്പ് കണ്ടെത്താനും കഴിയുന്നുണ്ട്. ഞങ്ങളുടെയും ഒരുപാട് മൈക്രോ സംരംഭങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒരു 10-12 ഇനം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ എല്ലാം സംഘങ്ങളെടുത്തു, വായ്പയെടുത്തു. ദൗർഭാഗ്യവശാൽ അപ്പോഴാണ് ഈ മാരാരിക്കുളം വികസന പദ്ധതി കേരള രാഷ്ട്രീയത്തിൽ വിവാദമാറിയത്. അതിനെ തുടർന്ന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ആരും ചെയ്യാൻ പറ്റാതെ വന്നു. ഈ തൊഴിൽ സംരംഭങ്ങൾ, സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ പരാജയപ്പെടുന്നത് ഈ വലിയ വിശാലമായ ദേശീയ മാർക്കറ്റിൽ അവർക്ക് മത്സരിക്കും. അവിടെ ഏകീകൃതമായിട്ടുള്ള നിലവാരം പുലർത്തണം, പരസ്യം വേണം, ബ്രാൻഡ് ചെയ്യപ്പെടണം. ഇതൊക്കെ ചെയ്യാനൊരു കമ്പനി വേണം, അംബ്രല്ല മാർക്കറ്റിംഗ് ഒരു ഓർഗനൈസേഷൻ വേണം. സൂക്ഷ്മതല ഉൽപ്പാദനം, അവിടെ ചിലവ് കുറവായിരിക്കും. എന്നാൽ കേന്ദ്രീകൃതമായ വിപണനം, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിനടിസ്ഥാനത്തിൽ ഒരു മാരി കമ്പനി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഗാർമെൻറ്റ്സ്, അതുപോലെ കൊട, അതാണ് ഏറ്റവും വിജയിച്ചിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 70-80% കൂടുതൽ ഉയർന്ന കൂലി നൽകുന്നുണ്ട്. കാരണം ഇത് ഞങ്ങൾ നടത്തുന്നതിൽ ലാഭം ഉണ്ടാക്കാനല്ല, ഈ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാനാണ്. എന്നാൽ കമ്പനി നഷ്ടത്തിലാവരുത് എന്നുള്ള മാത്രമേ ചിന്തയുള്ളൂ. സ്വകാര്യ കമ്പനികളോട് കിടപിടിക്കുന്ന ഗുണമേന്മയും വിലയും വിപണന മാർഗങ്ങളും കണ്ടെത്താൻ കുടുംബശ്രീ ഉൽപ്പന്നമായ മാരിക്കുടയ്ക്ക് കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള കുടകൾ
വർണ്ണഭംഗിയോടെ പുറത്തിറക്കി. പിടിയിൽ വിസിലുള്ളതും വെള്ളം വീണാൽ നിറം മാറുന്നതും ഉൾപ്പെടെ 54 തരം കുടകളാണ് വിപണിയിൽ ഇറക്കിയത്. പുതിയൊരു ഇന്ത്യക്കായി മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പുതിയൊരു കേരളത്തിനായി മെയ്ഡ് ഇൻ മാരാരി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് മാരാരിക്കുളത്തുകാർ കേരളത്തോട് ആവശ്യപ്പെടുന്നത്. സാമ്പത്തികമായി ഉന്നമനം പ്രാപിച്ചു വരുന്ന ഒരു ജനതയാണ് ഒരു കുടക്കീഴിൽ ഇവിടെ അണിനിരക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റാണ് ഇതിൻ്റെ ഉൽപ്പാദകരെന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബശ്രീയുടെ വിശ്വാസ്യതയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന തന്ത്രം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ക്യാൻറ്റീനുകൾ, സൊസൈറ്റികൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഏറെയൂറും ഞങ്ങളുടെ കുട വിൽക്കുന്നത്. പൊതുമാർക്കറ്റിലും മറ്റ് കുടകളേക്കാൾ വിലക്കുറവാണ്. 300ഓളം കുടുംബങ്ങൾ, സ്ത്രീകൾ ഇതിൻ്റെ വരുമാനദാതാക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നാളികേര ഉൽപ്പാദകരുടെ സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ ഫെഡറേഷൻ രൂപീകരിച്ച് അതിൽ നിന്നൊരു പുതിയ കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി ഇവിടെ നാളികേരത്തെ സംരക്ഷിക്കാനും നാളികേര കൃഷിക്കാരെ സഹായിക്കാനും അതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നാളികേര കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് വിലയുണ്ടാക്കി കൊടുക്കാൻ ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ നന്നായി മുന്നോട്ട് പോവുകയാണ്. നീര അതിൻ്റെ പരിശീലനം തുടങ്ങി നീര ഉൽപ്പാദിപ്പിക്കാമെന്നും നീരയിൽ നിന്നും വിവിധ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ, അതോടൊപ്പം തന്നെ ചകിരി, ഇവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ചമ്മന്തിപ്പൊടി, ലഡ്ഡു തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ വിപണിയിൽ ഇറക്കിക്കഴിഞ്ഞു. 13,000ഓളം നാളികേര കൃഷിക്കാർ ഇതിൽ അണിനിരന്നിട്ടുണ്ട്. 70,000 വിത്ത് തേങ്ങ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് തൊഴിലുറപ്പുമായി കൺവെർജൻസ് ഉണ്ടാക്കി ഇവിടുത്തെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൈ ഉൽപ്പാദിപ്പിച്ച് അതും കൃഷിക്കാർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. 4 വർഷം കഴിയുമ്പോൾ നീരയും അതേപോലെ തന്നെ കരിക്കും തേങ്ങയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കുറിയനും തെങ്ങും തേങ്ങിലും പാകമാകും. യന്ത്രം ഉപയോഗിച്ചുള്ള തെങ്ങേറ്റ പരിശീലനം ഇവിടെ ഞങ്ങൾ തുടങ്ങി. 28 ബാച്ചുകൾ കഴിഞ്ഞു. 650 ആളുകൾ, അതിൽ 73 സ്ത്രീകൾ ഇന്ന് 2,000 രൂപ പ്രതിദിന വരുമാനക്കാരായി മാറിയിരിക്കുന്നു. മാരാരി മാർക്കറ്റിംഗ് ലിമിറ്റഡിന്റെ പ്രവർത്തനം പോലെ വിജയിക്കാൻ കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിക്കും കഴിയുന്നുണ്ട്. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയ ഇടവേള.